വെൽക്കം ടു കുക്കാസ് മാജിക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഒരു സ്റ്റഫ്ഡ് ചപ്പാത്തി. അണിയനും ചീസുമാണ് നമ്മൾ സ്റ്റഫിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റഫിംഗ് ഒക്കെ നമുക്ക് മാറ്റം വരുത്തി ചെയ്യാം. വളരെ ഈസിയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 2 കപ്പ് ഗോതമ്പ് പൊടി മെഷർ ചെയ്ത് എടുത്തു വെച്ചേക്കാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും മൈദയും ഈക്വൽ പ്രൊപ്പോർഷനിലെടുത്ത് അങ്ങനെയും ചെയ്യാം. നമ്മൾ മൈദയോടെ ചേർക്കുമ്പം നമ്മുടെ സ്നാക്ക് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാനിപ്പം മൈദ എടുക്കുന്നില്ല, ഗോതമ്പ് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റും സ്മൂത്തായ ഒരു ഡോ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്യുകയാണേ. 2 സൈഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റഫിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അടച്ച് മാറ്റി വെക്കുക. സ്റ്റഫിങ്ങിനായിട്ട് ഞാനൊരു 4 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സ്ലൈസ് ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഞാനിതിപ്പോൾ ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. നമ്മളിത് കുക്ക് ചെയ്യാത്തതുകൊണ്ട് തിന്നായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോഴേ അതൊന്ന് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഒരുപാടങ്ങ് വലുതായിട്ട് സവാള അരിയരുത്. കണ്ടോ, ഇതുപോലെ. ഇതൊരു ബൗളിലേക്ക് ഞാൻ ആഡ് ചെയ്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഗരം മസാല ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഞെരടി മിക്സ് ചെയ്യുക. സവാളയിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് വരണം. സവാള നല്ല സോഫ്റ്റായിട്ട് വരണം. ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഞെരടി മിക്സ് ചെയ്യുക. ഈ ഒരു ഫില്ലിംഗ് ഞാൻ ബേസിക് ഒരു ഫില്ലിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. നമുക്കിതിൽ മാറ്റങ്ങൾ വരുത്താം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ചേർക്കണമെങ്കിൽ ചേർക്കാം. പച്ചമുളക് ആഡ് ചെയ്യാം. കറിവേപ്പില ചേർക്കാം. ഇങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതിപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റഫിങ് ഞാൻ ഇതുപോലെ റോ ആയിട്ട് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. റോ ആയിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവും ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇത് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഏത് സൈസ് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഞാനിപ്പോൾ എല്ലാം ഒരേ സൈസിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഇതൊന്ന് പരത്തി എടുക്കാം. നമ്മുടെ ചപ്പാത്തി പലകയിൽ വെച്ച് നന്നായിട്ടൊന്ന് മാവ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതങ്ങ് പരത്തിയെടുക്കാം. ഞാനിതിപ്പോൾ പരത്തുന്നത് ഒരുപാടങ്ങ് തിന്നാക്കിയൊന്നും പരത്തിയെടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ഫില്ലിംഗ് വെച്ച് ഇനി ഇത് ഫോൾഡ് ചെയ്യാൻ പോവല്ലേ, അപ്പോൾ ഒരുപാടങ്ങ് തിന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സൈസിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തേക്കുന്നത്. ഇനിയും ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ആ എക്സ്ട്രാ ഗോതമ്പ് പൊടിയൊക്കെ അങ്ങ് തട്ടി അങ്ങ് മാറ്റണം കേട്ടോ. ഒരു 2 സ്പൂൺ ഫില്ലിംഗ് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മോസറല്ല ചീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ ചെയ്യാനാണെങ്കിൽ ഈ ഒരു ചീസ് കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനിയും ചീസ് വെക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പം നന്നായിട്ട് മുകളിൽ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്യുന്നത് നമ്മൾ സാരിയുടെയൊക്കെ പ്ലീറ്റ്സ് എടുക്കില്ലേ, അതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ എടുക്കുക. ഒട്ടും പാടില്ല കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ലോ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം. അറ്റം വരെ ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഫുൾ ഞാൻ ചെയ്തെടുത്തു. ഇനി ഇത് കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള മാവുണ്ടല്ലോ, ഇതങ്ങ് നമുക്ക് മുറിച്ച് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒരു നല്ലൊരു ഡിസൈനും നമുക്ക് കിട്ടും.
ഒരു പൂ പോലത്തെ ഒരു ഡിസൈനും കിട്ടും. ആ എക്സ്ട്രാ മാവ് ഫുൾ അങ്ങ് റിമൂവ് ചെയ്ത് മാറ്റുക. അപ്പോൾ തിന്നൊരു ലെയറായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് മുകളിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒട്ടും പാടില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ഒരുപാട് സമയം വെച്ചേക്കരുത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ സവാളയിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് വന്നിട്ട് ഇതങ്ങ് പൊട്ടിപ്പിടിക്കും, പൊട്ടിപ്പോവാനൊക്കെ തുടങ്ങും. അപ്പോൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഫ്രൈ ചെയ്യാൻ ഇടുക. ഫ്രൈ ചെയ്യാൻ ഇടുമ്പോഴും സ്ലോ ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് അടുത്തത് റെഡിയാക്കുക. ഇങ്ങനെ അടുത്ത് തന്നെ നിന്ന് ഫ്രൈ ചെയ്യണമെന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. നമ്മുടെ അകത്തെ ഫില്ലിങ് കുക്കാകണമല്ലോ, അത് നമ്മൾ കുക്ക്ഡ് അല്ല. അപ്പോൾ പതുക്കെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരിക്കലും തീ കൂട്ടി വെച്ച് ഇത് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ അകം വേവില്ല, അകം നന്നായിട്ട് വേവണം. ഇപ്പോൾ ഇത് രണ്ട് സൈഡും ഞാനിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേസമയം ഞാൻ അടുത്തതും റെഡിയാക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ സ്റ്റഫ്ഡ് ചപ്പാത്തി റെഡിയാണേ. നല്ലൊരു ഷേപ്പല്ലേ. അപ്പോൾ അടുത്തതും റെഡിയാക്കി വെച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ ഒരു 5 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അളവിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെങ്കിൽ നമുക്ക് 10 ചപ്പാത്തി, സ്റ്റഫ്ഡ് ചപ്പാത്തി നമുക്ക് ചെയ്തെടുക്കാം. ആ എക്സ്ട്രാ വരുന്ന മാവും കൂടെ എല്ലാം ചേർത്ത് മൊത്തത്തിൽ 10 ചപ്പാത്തിയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഞാനതിപ്പോൾ മുറിച്ച് കാണിക്കാം. നല്ല ചൂടുണ്ടേ. ഇത് കുറച്ച് ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. സവാളയുടെയും പിന്നെ ആ ഒരു ചീസി ടേസ്റ്റൊക്കെ വരുമ്പം അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കില്ലേ. നമുക്കപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.